ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടോളർ പെൻഡിങ്. എൻ്റെ പേര് സഫ്രിൻ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അമ്മമാർക്ക് കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ നല്ല കാമായിട്ടിരിക്കാനും പറ്റിയൊരു ആപ്പുമായിട്ടാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ചെയ്തായിരുന്നു കുഞ്ഞുങ്ങളെ ഞാൻ ഉറക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഉറക്കുമ്പോൾ എപ്പോഴും ചെറിയൊരു ശബ്ദം എപ്പോഴും വെച്ചുകൊണ്ടാണ് ഉറക്കുക. കാരണം ഞാൻ അധികം TV ഓൺ ചെയ്യുമായിരുന്നു. പക്ഷേ കുറച്ചായിട്ടാണ് ഈ ഒരു നോയ്സിനെ കുറിച്ച് കേട്ടത്. സോ ഈ ആപ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയുന്നില്ല. ഇത് യൂട്യൂബിലും ഇത്തരത്തിലുള്ള നോയ്സ് നമുക്ക് കുഞ്ഞുങ്ങളെ ഉറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ യൂട്യൂബാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് നെറ്റ് ഓൺ ആക്കി ഇടണം. സോ ആ ടൈം ഈ ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സെയിം ടൈം നമ്മൾ ഈ ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെച്ചാൽ മതി. ഓഫ്ലൈനായിട്ട് തന്നെ പ്ലേ ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ആപ്പുകളുണ്ട്. വൈറ്റ് നോയ്സ് എന്ന പേരിൽ തന്നെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുള്ളത് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വൈറ്റ് നോയ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ചെറിയ ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഉറക്കം ഇല്ലാതാവുക, അവർ പെട്ടെന്ന് ഉണരാനുള്ള ചാൻസസും എണീക്കാനുള്ള ചാൻസസൊക്കെ ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ശബ്ദം എപ്പോഴും അവർ ഉറങ്ങുമ്പോൾ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ അവർ പെട്ടെന്ന് അങ്ങോട്ട് എണീക്കാനുള്ള ചാൻസസ് ഇല്ല. മാത്രമല്ല ഈ ഒരു ശബ്ദം ഇട്ടുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ നമുക്കും ഉറങ്ങാൻ കംഫർട്ടായിരിക്കും. കാരണം വേറെ എന്തെങ്കിലുമൊക്കെ പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഉറങ്ങാൻ ചിലർക്ക് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊന്നും അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു നോയ്സ് പ്ലേ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊന്നും അങ്ങനെ ഉറങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഡയറക്റ്റ് ഈ ആപ്പിനെ കുറിച്ച് പറയാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇതിൽ കോമൺ ആയിട്ട് കമൻസിൽ വരുന്ന ചോദ്യങ്ങളും ആർക്കും തോന്നാവുന്ന സംശയങ്ങളും ഒക്കെയാണ് ഇതിൽ കമൻറ്റ് വരുന്നത് എങ്കിലും ഞങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പേര് ബ്ലറാക്കിയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യൂ. ചില കമൻസ് എല്ലാവർക്കും കാണുന്നത് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് അങ്ങനെ ചെയ്യൂ. നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി ടാബിൻ്റെ പോസ്റ്റ് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പോസ്റ്റുകൾ കൂടി കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ആപ്പിലുള്ള വൈറ്റ് നോയ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ കാണുന്ന ഈ വൈറ്റ് നോയ്സ് എന്ന ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ പല തരത്തിലുള്ള ശബ്ദങ്ങളുണ്ട്. ഇതിൽ ഹെയർ ഡ്രയറിൻ്റെ ശബ്ദമുണ്ട്, അതുപോലെ തന്നെ വാക്യൂം ക്ലീനറിൻ്റെ ശബ്ദമുണ്ട്, മഴയുടെ ശബ്ദമാണ് കൂടുതൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നാട്ടിൽ കിടക്കുന്നൊരു ഫീൽ ഉണ്ടാവും. ഞങ്ങൾക്കും ഉറങ്ങാൻ കംഫർട്ടായിരിക്കും. അവനും എത്ര കരയാണെങ്കിലും പെട്ടെന്ന് അവന് കരച്ചിൽ നിർത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ഉറങ്ങാനും എനിക്ക് കംഫർട്ട്. സോ മഴയുടെ നോയ്സ് തന്നെയാണ് ഞങ്ങൾ അധികം യൂസ് ചെയ്യല്. പിന്നെ ട്രെയിനിൻ്റെ നോയ്സ് ഉണ്ട്, ഫാനിൻ്റെ നോയ്സ് ഉണ്ട്, കാറ് ഓടുമ്പോഴുള്ള ആ ഒരു നോയ്സ് ഉണ്ട്, പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഹെവി വെഹിക്കിൾ ഉണ്ട്, പിന്നെ നൈറ്റ് ടൈം പുറത്തുനിന്ന് കേൾക്കുന്ന മെയിൻ നോയ്സ് ഉണ്ട്. അതുപോലെ പുഴയിലൂടെ വെള്ളം സ്പീഡിൽ ഒഴുകി പോകുന്ന ആ ഒരു പോലെ നോയ്സ് ഉണ്ട്. പിന്നെ അതിൽ കാണുന്നത് വേവ്സാണ്, കടലിലുള്ള ആ ഒരു നോയ്സൊക്കെ കേൾക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ശബ്ദങ്ങളാണ് ഇതിലുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് റെയിനിൻ്റെ നോയ്സാണ്. ഓരോ കുട്ടികൾക്കും ഓരോ പോലെ ആയിരിക്കും. പിന്നെ ഈ കാണുന്നതിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ലോങ് പ്രസ് ചെയ്താണ് നമുക്ക് ചൂസ് ചെയ്യാം. അതല്ല ജസ്റ്റ് ഒന്ന് അമർത്തുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇതിൽ ടൈം കൂടുന്നതായിരിക്കും. സെൻറ്റർ ബട്ടൺ ഒരു പ്രാവശ്യം അമർത്തുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ കുറച്ച് ടൈമുകളിലേക്ക് പോകും. ഒന്നുകൂടി അമർത്തി അത് സ്റ്റോപ്പ് ആവും. അതുപോലെ സെറ്റിങ്സിലാണെങ്കിലും നമുക്ക് ഫെയ്ഡ് ഔട്ട് ആക്കേണ്ട ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആകുമ്പോൾ മെല്ലെ ആയിട്ട് നോയ്സ് സ്റ്റോപ്പ് ആവും. പെട്ടെന്ന് അങ്ങോട്ട് നിന്നാണെങ്കിൽ കുട്ടികൾ എണീക്കാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ മെല്ലെ ആയിട്ടാണ് അത് സ്റ്റോപ്പ് ആവുക. അതുപോലെ തന്നെ ആഡ് ടൈം ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ യൂട്യൂബിൽ നിന്നും പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ആപ്പ് വഴിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതിൽ നിന്ന് ഈ 2-3 ഓപ്ഷനിൽ നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്കും കംഫർട്ടാണ്, കുഞ്ഞുങ്ങൾക്കും കംഫർട്ടാണ്. നമ്മളായിട്ട് ഓഫ് ആക്കേണ്ട ആവശ്യമില്ല, അത് താനേ നിന്നോളൂ. ഈ ഒരു നോയ്സിനെ കുറിച്ച് അറിയാത്തവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.